വശമാണ്. ഇതൊരു ചെറിയ മുറ്റം. പിന്നെ ഇത് ഞങ്ങൾക്ക് ഇവിടെ ഒരു ആപ്പിൾ മരമുണ്ട്. ഇത് കാണാമോ നിങ്ങൾക്കൊരു ആപ്പിൾ മരം? ഇതിൻ്റെ കുറച്ച് ആപ്പിളൊക്കെ ഉണ്ട്. ഇതൊരു 7 വർഷം മുമ്പ് ഞങ്ങൾ കടയിൽ നിന്ന് മേടിച്ച് ആപ്പിൾ ചെടിയായിട്ട് മേടിച്ച് കുഴിച്ചിട്ടതാണ്. ഇപ്പോൾ ഇത് നോക്കുക എന്നെ നല്ല പൊക്കമായി ഇത്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഒത്തിരി ആപ്പിളുണ്ടായിരുന്നു, കുറേയൊക്കെ വീണു പോയി. ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം ശരിക്കും ചുവന്ന് നല്ല പാകമായിട്ട് വരും. പിന്നെ ഇവിടെ ഇത് എയറാണിത്. എയർ എന്ന് പറയുന്നത് സമ്മറിൽ തുണി അലക്കി ഉണങ്ങാനുള്ളത് ആണ്. ഇത് ഇങ്ങനെ നമുക്ക് തിരിച്ച് ഇത് ഉണ്ടാക്കി ഇത് ഇങ്ങനെ മാറ്റിയിടാം. ഇതിൽ തുണി അലക്കാനായിട്ട് നമുക്ക് ഉണങ്ങിയെടുക്കാം. അത് സമ്മറിലാണ് എല്ലാവരും ഉപയോഗിക്കാറുള്ളത്. പിന്നെ ഇത് നിങ്ങൾക്ക് കാണാമോ, കുറച്ച് പുതിന, മിൻറ്റ് ലീവ്സ് പുതിന. ഇത് ഞങ്ങൾ 6 വർഷം മുമ്പ് കുഴിച്ചിട്ടതാണ്. കുറച്ച് 3-4 തണ്ട് കൊണ്ട് കുഴിച്ചിട്ടുള്ളായിരുന്നു. പക്ഷേ ഇത് നോക്ക്, ഇത് മുഴുവനും ഇതാണ്. ഇത് അത്രയും പടർന്ന് പന്തലിച്ച് നിൽപ്പുണ്ട്. അതെല്ലാ വർഷവും ജൂലൈ, ഇപ്പോൾ ഈ മാസത്തോടെ കഴിഞ്ഞ് ഓഗസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് പയ്യെ തുടങ്ങിപ്പോവും. പിന്നെ അടുത്ത മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂണൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് പിന്നെ ഇതുപോലെ വരും. അപ്പോൾ ആ ഒരു 3-5 മാസത്തേക്ക് നമുക്ക് മിൻറ്റ് ലീവ്സ് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. കഴിയുന്നു തന്നെത്താനെ ഉണ്ടായി വന്നോളൂ. പിന്നെ ഇത് നോക്കുക, ഇവിടെ നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല. എൻ്റെ കുറച്ച് ചീര കഴിഞ്ഞ വർഷം ഞങ്ങൾ നാട്ടിൽ പോയപ്പം കുറച്ച് ചീരയുടെ അരി കൊണ്ടുവന്ന് പാകിയതാണ്. വലുതായി തുടങ്ങിയുള്ളൂ. പക്ഷേ ഞങ്ങളൊന്നും വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. അറിയത്തില്ല ഇനി ഇവിടുത്തെ കാലാവസ്ഥയുടെ ഇതനുസരിച്ച് ഇത് വലുതാവുമെന്ന്. It's good. Maybe. Okay, so you told us. ഉറപ്പിക്കുന്നതായിട്ട് എന്താ മാത്രം മതി. ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കുന്നതായിട്ട്. ഇതിവിടെ കിട്ടുന്ന ഞങ്ങളുടെ മുറ്റത്തിൻ്റെ സൈഡിലൊരു കണ്ടോ, ഇവിടെ ഒരു ചെറിയ ഡെക്കിംഗ് ഉണ്ട്. നമ്മുടെ നാട്ടിലൊന്നും ഇല്ല ഇതുപോലത്തെ. ഇത് നോക്കുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് പോലെ ഇങ്ങനെ തടി കൊണ്ടുണ്ടാക്കി ഇട്ടേക്കുന്നതാണ്. ഇങ്ങനെ കയറി ഇതായിരുന്നു. നമുക്ക് കസേരയൊക്കെ ഉണ്ട്. കസേരയൊക്കെ ഇട്ട് വല്ലതും ചായ കുടിക്കാനോ അല്ലെങ്കിൽ ബാർബിക്യൂ ഉണ്ടാക്കുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസരത്തിലൊക്കെ ഇവിടെ ഇരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഡെക്കിംഗ് ഉണ്ടാക്കി ഇട്ടേക്കുന്നത്. കിവി ഫ്രൂട്ട്സ് ആണ്. നാട്ടിലെ സപ്പോട്ടയ്ക്ക പോലെ ഇരിക്കും. ഞാനിനി ഈ ഫ്രൂട്ടിൻ്റെ തൊലി കളഞ്ഞു. ഇത് കണ്ടോ, ഇതിൻ്റെ അകം ഇങ്ങനെ ഇരിക്കും. വേണ്ട ചെടിച്ചട്ടിയൊക്കെ ഒന്ന് മാനേജ് ചെയ്യുവാണ്. പുതിയതെല്ലാം വെച്ച് പിടിപ്പിക്കുകയാണ്. ഇളം കാറ്റൊക്കെ ആയിട്ട് ഇലകൾ ആടുന്നുണ്ട്. നല്ല തെളിച്ചമുള്ള ദിവസമാണ്. ഇവിടെ എഴുതി വിടണമായിരുന്നു.